കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. താങ്ക് യു സർ. ഇരിക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ എസ് ഐ മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി 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 മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടോ സാറേ, ആദ്യം നമുക്ക് ആനമുടിയിലേക്ക് പോകാം. അവിടെ അടിവാരത്തിന്റെ അമ്മയുടെ വീട്ടിലെ നേരത്തെ പറഞ്ഞില്ലേ മണവാളൻ ജോസഫിന്റെ മകള് നല്ല അസല് കുക്ക. അവിടെ വിളിച്ചു പറഞ്ഞാൽ നല്ല തേങ്ങ കൊത്തിയിട്ട് വരട്ടിയ മൊയിലിറച്ചി കിട്ടും. ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഫിഷാ, അല്ല ഡിഷാ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ കുമുകുമാന്ന് മണം വരുന്നത്? അപ്പൊ സാറിന് വന്നുല്ലേ മണം? ഇതെന്റെ ബോഡി സ്മെല്ല. വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്മെല്ല. ഓഹോ, താൻ എപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും വേർക്കാറില്ല. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് വേർത്ത് പോയതാ. സാറിനെ കണ്ട് ആരാ വേർക്കാത്തത്? മതി മതി, തന്റെ സംസാരിച്ച ഓവറാ. അതെ അതെ, അതെല്ലാവരും പറയാറുണ്ട് സാർ. ഈ മരിച്ച ചാക്കോമേസ്റ്ററുടെ വീട് തനിക്കറിയാവോ? അറിയാം സാർ. നമുക്ക് അന്വേഷണം ആദ്യം അവിടുന്ന് തുടങ്ങാം. അവിടെ ചെന്നിട്ട് എന്താ സാറേ കാര്യം? അല്ല, എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? പോണം, പോകാം സാർ. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഞങ്ങൾക്കറിയില്ല സാറേ അവരെന്നതിനെ കടുങ്കൈ ചെയ്തതെന്ന്. എത്ര നല്ല മനുഷ്യരായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ചത്തുപോയാൽ ചത്തുപോയതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർ പറയുന്ന സ്ഥിരം പല്ലവി കേൾക്കാനല്ല ഞങ്ങളോട് വന്നത്. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. മാത്തുക്കുട്ടി സാർ, ചാക്കോമേസ്റ്ററും കുടുംബം ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താടാ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ണി നോക്കി കളിക്കുന്നത്? പറയടാ. ഇത് അടിയോടി സാറാ, ദേവദാസ് അടിയോടി. അടി തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അടിയോടടിയായിരിക്കും. ഇല്ല ഇല്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ചാക്കോ മിസ്ത്രിയുടെ മൂത്ത മോള് ട്രീസയെ കല്യാണം കഴിച്ച് വിട്ടിട്ടും സ്ത്രീധനമാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന ഒഴിച്ചാ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഈ പറഞ്ഞ ജോണിക്കുട്ടിക്ക് എന്താ ജോലി? ഗായത്രി ഫൈനാൻസിലെ ചിട്ടിപ്പിരിവാരാന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, ചിട്ടിപ്പിരിവുകാരനാണ്. അപ്പൊ പിന്നെ അവൻ തന്നെയായിരിക്കും കൊന്നത്. ഈയിടെയായിട്ട് ചിട്ടിപ്പിരിവാർക്ക് കൊലപാതകത്തെ വലിയ താല്പര്യമാകട്ടോ. അവന്റെ വീട് എവിടെയാ? പൊൻകുന്നത്താ സാറേ. പോകാം, എല്ലാവരും ഒന്ന് കരുതിരുന്നോ കേട്ടോ. നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നെയും കഴിഞ്ഞല്ലോ. ഈ ഉണങ്ങിയ കൊടംപുളി പോലെ ഇരിക്കുന്ന നിങ്ങളെയാണോ പീഡിപ്പിക്കാൻ വരുന്നത്? അയ്യേ ശവം. പോലീസുകാർക്ക് പ്രായം തരുന്ന നോട്ടല്ലല്ലോ സാറന്മാര്. നിങ്ങളുടെ മകൻ ജോണിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല സാറേ. അവൻ എവിടെ ഉണ്ട്? അവൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സാറേ. അവൻ എവിടെയും കണ്ട എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറേ. എനിക്ക് ഒന്ന് പോയി കാണാനാ. അവന്റെ ഭാര്യയും വീട്ടുകാരെയും കൊന്നത് നിങ്ങളും മോനും കൂടല്ലേ? വെറുതെ മഹാപാപം പറയല്ലേ സാറേ. എന്തേലും ദേഷ്യണ്ടേ അവൻ എന്റെ അടുത്ത് തീർക്കെങ്കിലും അത്ര പോലും നാട്ടുകാരെടുത്ത് ഒരു ഉറുമ്പിനെ പോലെ അവൻ അറിഞ്ഞോണ്ട് കൊല്ലാൻ പറ്റില്ല എന്നെ സാറേ. സാറിനറിയോ? സാറിനോടായതുകൊണ്ട് പറയാ, അവന്റെ ഭാര്യയാക്കി അവൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ, ട്രീസ. പിഴയായിരുന്നു സാറേ, പിഴ. അവള് മാത്രമല്ല, അവളുടെ അനിയത്തി പെണ്ണും ലോക പിഴയായിരുന്നു. അല്ല, എന്തിനിപ്പ അവരെ പറയണത്? അവരുടെ തള്ളി ആയ കാലത്ത് മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഇതിന്റെയൊക്കെ ഇടയെ കിടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടേ ആ കിളവൻ എല്ലാത്തിനെയും കൊന്നിട്ട് ചാടി ചത്തതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോക്കി. അയ്യോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ വരുമ്പോ എത്രയും പെട്ടെന്ന് SP ഓഫീസിലേക്ക് വന്നേക്കാൻ പറഞ്ഞത്. മാത്തുക്കുട്ടി, ഒരു സംശയം. നിങ്ങളുടെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ടത് പെണ്ണില്ലേ? അവള് പിഴയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഇത് കണ്ടിട്ടുണ്ടോ? ഒന്ന് വേഗം പറഞ്ഞു.
സാറേ വേല കയ്യിലിരിക്കട്ടെ. രാവിലെ തന്നെ യൂണിഫോം വലിച്ചു കയറ്റി ലാത്തി എടുത്ത് ഉദ്യോഗം പറഞ്ഞ് രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഇനി പക്ഷെ മരുന്ന് എന്താ വയസ്സായിട്ട് സൂക്കേട് മാറിയില്ലേ? ഇനി ഇവിടെ നിന്ന് എന്റെ സ്വഭാവം മാറും. അയ്യോ, ഓടി വന്നേ, അയ്യോ. മാത്തുക്കുട്ടി, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാമേന്ദ്രൻ അയാൾ ആളെങ്ങനെയാ? ചെറിയൊരു കുട്ടിയാന, 52-120-54. താനിത് എന്തായി പറയുന്നത്? 52 പൊക്കം, 120 തൂക്കം, 54 വേസ്റ്റ്. അയാളുടെ ഫിസിക്കിനെ കുറിച്ചല്ല ചോദിച്ചത്, പ്രൊഫഷനെ കുറിച്ചാണ്. നല്ല കൈരാശ്യമുള്ള ഡോക്ടറാ സാറേ. വെട്ടിക്കീറാൻ ഡെഡ് ബോഡീസ് ക്യൂവാ. പക്ഷെ ഒരു കുഴപ്പം, നമ്മളെപ്പോലെ ഒന്നും അല്ല സാറേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തണ്ണിയാ. ബാർ അറ്റാച്ചർ കാറുള്ള ഏക ഡോക്ടറാ. ലാവിഷ് ലൈഫല്ലേ സാറേ. അയാൾ അത്രയ്ക്ക് സമ്പന്നനാണോ? സർക്കാർ ഡോക്ടർ ആണല്ലോ സാറേ. പോലീസുകാരൊക്കെ നല്ല നടവരവാ. അയാളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ചുങ്കത്താനം. എന്താ ഇവിടെ? ഇവിടുത്തെ ആ ഡോക്ടർ മരിച്ചുപോയി. എങ്ങനെ? ഏതോ വണ്ടി ഇടിച്ചെന്നാ കേട്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മാത്തുക്കുട്ടി, സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്തു തരും. സാർ, അതെ സാറേ, സംശയിക്കാനൊന്നുമില്ല. ആ തള്ള പറഞ്ഞതുപോലെ ആത്മഹത്യ തന്നെ. പേരിനൊരു പെൺതരി വീട്ടിലുണ്ടെങ്കിൽ തന്തമാർക്ക് പിന്നെ ആദ്യമായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് പിഴയും കൂടിയാണെങ്കിലോ അയാൾ ചെയ്തു തന്നെയാണ് ശരി. ഇനിയിപ്പോ ഒന്നും അറിയണ്ടല്ലോ സാറേ. ഒരു കാര്യം, അതെ, നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയപ്പോ തന്നെ ആ ഡോക്ടർ ചത്തു. ആകെ ഉണ്ടായിരുന്നൊരു പിടിവള്ളിയായിരുന്നു ഡോക്ടർ. ഇനിയിപ്പോ അതും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അന്വേഷണം തുടരേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, സാറിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സാറിന് അന്വേഷിക്കാൻ പറ്റിയത്ര ഒരു ഡെപ്ത് ഈ കേസിനില്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താലോ സാർ? മാത്തുക്കുട്ടി സാർ, തനിക്ക് ഞാൻ പലതവണ വാണി തന്നു കഴിഞ്ഞാൽ തന്റെ ഈ സംസാരം ശരിയല്ലെന്ന്. സാർ. തനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകാം. സാർ, താൻ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നതാ, ഉപദേശിക്കാനല്ല. അയ്യോ, സാറിനെ തെറ്റിദ്ധരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള ഒരു സാധാ പോലീസ് ഓഫീസറാണ് സാറേ ഞാൻ. രാവിലെ ലാത്തിയും എടുത്ത് ചെക്കിങ്ങിന് എന്ന പേരിൽ നടുറോട്ടിൽ നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തടയണ ചില്ലറയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല സാർ. എടോ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തന്നെ പോലെ ഒരെണ്ണം മതി ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കാൻ. ഏതായാലും താൻ എന്റെ കൂടെ വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താനിപ്പോ പോ. ആയിക്കോട്ടെ. സർ, മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ കോടതി വിധി വന്നത് സത്യത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ വിവരക്കേടല്ലേ? തീർച്ചയായും സംശയമില്ലാത്ത കാര്യമല്ലേ. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. മുല്ലപ്പെരിയാർ നദീജല തർക്കം എന്നത് അന്തർ സംസ്ഥാന നദീജല പ്രശ്നമല്ല. നമ്മുടെ കേരളത്തിന്റെ മണ്ണ്, കേരളത്തിന്റെ വനം, നമ്മുടെ കേരളത്തിന്റെ ഭൂമിയിൽ ലഭിക്കുന്ന മഴ, അത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന തർക്കമില്ല. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി ഉണ്ടായെങ്കിൽ അതെങ്ങനെ വന്നുവെന്ന് അത്ഭുതത്തോടെ നോക്കി കാണാൻ കഴിയൂ. ഒരു ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ യാതൊരു സംശയം വേണ്ട. ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷത്തിന്റെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട. സർ, ആനമുടി കൊലക്കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർ രാമചന്ദ്രന്റെ ആക്സിഡന്റ് മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കേസിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് ആ കേസിനെ ഞാൻ നോക്കിക്കാണുന്നത്. ആ കേസ് ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഗവൺമെന്റും പോലീസ് അധികാരികളും ആ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ജനകീയ പ്രക്ഷോഭമുണ്ടായി. പ്രതിപക്ഷ കക്ഷികൾ അതിന് കടമ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു IPS ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അയാളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരും. യഥാർത്ഥ പ്രതികളെ
കസ്റ്റഡി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും പുറത്തു ചാടി പുതിയ പാർട്ടിയും തട്ടിക്കൂട്ടി വന്ന രാഷ്ട്രീയ ആചാര്യനെ താങ്കളുടെ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് ആദ്യം സ്വാഗതം ചെയ്തുവെങ്കിലും പിന്നീട് നിരസിക്കാനിടയാക്കിയത് താങ്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് സർ? യാതൊരു കഴമ്പുമില്ലാത്ത ഒരു ആരോപണം. ഭരണകക്ഷികൾ പടച്ചുണ്ടാക്കുന്ന വെറും പ്രചരണം മാത്രമാണത്. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരേ മനസ്സും ഒറ്റക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഈ ആരോപണങ്ങൾ വിശ്വാസം അർപ്പിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സർ, അടുത്ത ഭരണം അങ്ങയുടെ പാർട്ടിക്ക് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആ ഉറപ്പില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ സംശയം വല്ലതുണ്ടോ? അത് അർഹതപ്പെട്ടവർ, ജനം ആഗ്രഹിക്കുന്നവർ ആ കസേരയിൽ കടന്നു വരും. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. രാമു, ആരാന്ന് നോക്കി. സാറേ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അകത്തേക്ക് വരാലോ? ഷുവർ. പ്രമാദമായ ആനമുടിക്കൊല കേസ് അന്വേഷിക്കാൻ പുലിക്കുട്ടിയായ ഒരു പോലീസ് ഓഫീസർ വന്നെന്ന് അറിഞ്ഞിട്ട് ഈ മുകുന്ദമേനൻ വന്ന് കണ്ടില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ? ആ, എന്നെ സാർ കേട്ടിരിക്കും. ഗായത്രി ഫൈനാൻസിന്റെ ഉടമ മുകുന്ദൻ മേനോൻ. ഗായത്രി മേനോൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. വാ ഇരിക്കടാ, സാറൊരു കുഴപ്പമില്ല. ഇവൻ ജോണിക്കുട്ടി എന്റെ ഫൈനാൻസ് കമ്പനിയിലെ സ്റ്റാഫാ. ആ, സാറിന് മനസ്സിലായില്ലേ? നമ്മുടെ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ മൂത്ത മാളെ കെട്ടിയിരിക്കുന്നത് ഇവനാ. അല്ല, സാറുവിന്റെ വീട്ടിൽ ചെന്ന് ഇവനാ ചാക്കോ ചായനും കുടുംബത്തെയും കൊന്നെന്ന് പറഞ്ഞ് ഇവന്റെ തള്ളയെ വരട്ടിന്ന് കേട്ടു. ഇവനതറിഞ്ഞ് പേടിച്ചെന്റെ അടുത്ത് ഓടി വന്നിരിക്കുക. ആ, ഇവനാണ് പാവ സാറേ, ചോര കണ്ട പേടിക്കുന്ന നിർഗുണൻ. ആ, ഇവനോട് എന്തിനും സാറിന് ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയാ ഞാൻ നേരിട്ട് കൊണ്ട് ഹാജരാക്കിയത്. പോലീസിനോട് ഇത്രയും സഹകരണമുള്ള ഒരു നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ഇവനിൽ നിന്ന് അറിയാനുള്ള കാര്യം ഇവനിൽ തന്നെ അറിഞ്ഞോളാം. അതിന് മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മിസ്റ്റർ മേനോന് പോകാം. അത് തന്നിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ പിന്നീട് ചോദിച്ചറിഞ്ഞോളാം. സാർ, ഞാൻ തൽക്കാലം പോകാം. നീ പേടിക്കണ്ട. ജോണിക്കുട്ടി, ഗായത്രി ഫിനാൻസിലെ ചിട്ടിപ്പിരിവുകാരനായിരുന്ന ജോണിക്കുട്ടി അല്ലേടാ? എങ്ങനെയാടാ നിന്റെ ഭാര്യ മരിച്ചത്? നീയല്ലേടാ അവളെ കൊന്നത്? അയ്യോ സാറേ, എനിക്കൊന്നും അറിയത്തില്ല. നിന്റെ മുതലാളി പെൺവിഷയത്തിൽ വലിയ തൽപരനാണല്ലേ? അയ്യോ, അങ്ങനെയുള്ള ആളൊന്നും അല്ല മുതലാളി. അദ്ദേഹം വളരെ നല്ലവനായിട്ടാണോടാ അയാൾ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ബന്ധു വീട്ടിൽ ചെന്ന് ഭാര്യ അനിയത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നത്? അത് ഞങ്ങളുടെ കല്യാണത്തിന് ട്രീസയുടെ അപ്പച്ചൻ ഗായത്രി ഫിനാൻസിൽ നിന്ന് ആധാരം വെച്ച് കുറെ പണം എടുത്തിരുന്നു. പലിശയും മുതലും കിട്ടാതായപ്പോ മുകുന്ദ മുതലാളി 1-2 തവണ അവിടെ ചെന്നല്ലാതെ ആരോടും മോശമായിട്ട് പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല സർ. നിനക്ക് നിന്റെ ഭാര്യയേക്കാൾ പ്രിയം നിന്റെ മുതലാളിയോടായിരുന്നു അല്ലടാ? സ്ത്രീധന ബാക്കി കിട്ടാത്തതിന്റെ പേരിൽ നീ എപ്പോഴും അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടം മതി നിന്റെ അഭിനയം. പൊയ്ക്കോ പൊയ്ക്കോ, വിളിക്കുമ്പോ ഇവിടെ വന്നോണം. ശരി സർ. ദേവദാസ്, വെറും ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഡോക്ടർ രാമചന്ദ്രന്റെ മരണം ചിലപ്പോൾ റിയൽ ആക്സിഡന്റ് ആയി കൂടുന്നില്ല. അല്ല സർ, ഇറ്റ്സ് എ പ്ലാന്റ് മർഡർ. എന്റെ അന്വേഷണം ഡോക്ടർ രാമചന്ദ്രനിൽ എത്തി നിൽക്കുന്ന വിവരം വളരെ സമർത്ഥമായി തന്നെ അറിയേണ്ടവർ അറിഞ്ഞു. അതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു. ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല സർ. എത്രയും വേഗം ആ ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും ഡെഡ് ബോഡികൾ റീപോസ്റ്റ്മോർട്ടം നടത്തണം. നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇനി അതിന്റെ പേരിൽ ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കി വെച്ചേക്കരുത്. ഉടൻ ഇലക്ഷൻ വരാൻ പോവാണ്, അതുകൂടി ഓർമ്മ വേണം. അങ്ങനൊന്നും നോക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല സർ. സത്യം കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. അതിനുവേണ്ടിയാണല്ലോ ഈ കേസിന്റെ ചുമതല സാർ എന്നെ തന്നെ ഏൽപ്പിച്ചത്. എനിക്ക് തന്നെ വിശ്വാസമാണല്ലോ. ആട്ടെ, ഇതുവരെയുള്ള അന്വേഷണം വെച്ച് തനിക്ക് വേറെ വല്ലവരെയും സംശയമുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡിപ്പാർട്ട്മെന്റ് സഹായിയായി എന്നോട് വിട്ട SI മാത്തുക്കുട്ടി തന്നെ കൂടുതൽ തലവേദന. അയാൾ ശരിയാവില്ല സർ. ഇപ്പൊ തനിക്ക് പറ്റിയത് ആരെയാ? ആ, ഞാനൊന്ന് തിരക്കട്ടെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ മത്തായി ഇല്ലേ? ഉണ്ടല്ലോ, അകത്തോട്ട് വരൂ. താങ്ക്സ്. ആ, വരണം 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 വരണം. അങ്ങോട്ടിരിക്കാം. എന്നാ കുടിക്കാൻ ചായയോ കൂൾ ഡ്രിങ്ക്സോ?
നത്തിങ്, താങ്ക്സ്. അല്ലല്ലോ. എന്നാലും മേൽക്കുട്ടി 2 ചായ. വരൂ. ആനമുടി കൊലക്കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. നന്നായി. എന്റെ പൊന്നു സാറേ, ആ ചാക്കോ മേശയും കുടുംബത്തിന് കൊന്നതാണെന്നും മറ്റും നാട്ടുകാർ പറഞ്ഞപ്പോ ഉള്ളത് പറഞ്ഞ ആദ്യം എനിക്കങ്ങോട്ട് വിശ്വാസമായില്ല കേട്ടോ. അല്ല, മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ വീട്ടിലാണെങ്കിൽ മൂത്ത പെണ്ണെ കെട്ടിക്കുന്ന ഒരുത്തനുണ്ട്, ജോണിക്കുട്ടി. നമ്മുടെ ഗായത്രി മേനന്റെ കമ്പനിയിലെ സ്റ്റാഫാ. അവന് സ്ത്രീനായിട്ട് കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് കുറച്ചു നാളായിട്ട് ആ പെണ്ണെ കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഒഴിച്ചാ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. ഇതിപ്പോ സാറ് വന്ന് 2ാമതും പോസ്റ്റ്മോർട്ടം നടത്തിയോണ്ട് കൊലപാതകമാണെന്നുള്ള സത്യം എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ മിസ്റ്റർ മത്തായിക്ക് ചാക്കോ മിസ്ത്രിയെ നന്നായി അറിയാമായിരുന്നു. അയ്യോ, അറിയാമായിരുന്നോ? നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ചാക്കോ മിസ്ത്രിക്കും കുടുംബത്തിനും ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ? അയ്യോ എന്റെ പൊന്നു സാറേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? പക്ഷെ ഞാൻ ഒന്ന് പറയാം. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും സാർ അവനെ പൊക്കണം. അത് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും സാർ പറഞ്ഞാൽ മതി. ഓക്കെ മിസ്റ്റർ മത്തായി, ഓക്കെ. നമുക്കിനിയും കാണേണ്ടി വരും. പോയോ? ആ പോയി. എന്തായാലും എടുത്തതല്ലേ, കുടിച്ചേക്കാം. നീ കുടിച്ചോ. മുകുന്ദൻ മേനോനില്ലേ? ഉണ്ട് സർ. ഒന്ന് കാണണം. സർ, സാറിനെ കാണാനായിട്ട് SP ദേവദാസ് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കാണാം. ഞാൻ അല്പം ജോലി തിരക്കില്ലെന്ന് പറഞ്ഞാൽ മതി. അത് വേണോ സാർ? അയാളൊരു ചൂടനാണ്, അതുകൊണ്ട്. ആ, താനെന്തിനാണോ പേടിക്കുന്നത്? അവൻ നമ്മളൊരു പുണ്ണാക്കം ചെയ്യാൻ പോടില്ല. ഞാൻ പറഞ്ഞേ ചെയ്താൽ മതി. ശരി സർ. സാർ, മുതലാളി അല്പം തിരക്കിലാണ്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വലിയ തിരക്കിലാണല്ലേ? നല്ലതാ. പത്രം വായിച്ച് കുറച്ച് ലോകവിവരം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. അയ്യോ, സാറാണെന്ന് അറിഞ്ഞില്ല. ഞാൻ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് നോക്കായിരുന്നു. ഇരിക്കിരിക്കി. എന്താ സാർ വിശേഷിച്ച്? സി മിസ്റ്റർ മേനോൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെയല്ലേ പണയം വെച്ചിരുന്നത്? ഇവിടെ ആയിരുന്നു. മേസ്ത്രി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുതലും പലിശയും തന്ന് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു പോയി. ഈ ചാക്കോ മേസ്ത്രി ആളെങ്ങനെ? അയ്യോ, ആളൊരു പാവായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്? അതും മുതലും പലിശയും കിട്ടാതായപ്പോ എന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതാ. നിങ്ങൾ അവിടെ ചെന്ന് ആ പെമ്പിള്ളാരെ അസമയം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എന്റെ സാറ് ആരാ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടിരുന്നത്. ചാക്കോച്ചന്റെ ബുദ്ധിമുട്ട് കണ്ട് ആ കൊച്ചുങ്ങൾക്ക് അവിടെ ജോലി കൊടുക്കാന്ന് വരെ പറഞ്ഞതാ. പക്ഷെ അതിനു മുമ്പ് അതുങ്ങൾ രണ്ടിനെ കൊന്നില്ല സാറേ. ഈ ആധാരം എടുപ്പിക്കാനുള്ള രൂപ മേസ്ത്രിക്കാരെ കൊടുത്തെന്നറിയാമോ? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ആധാരം മേടിക്കാൻ വരുമ്പോ മേസ്ത്രിയുടെ കൂടെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ ചെക്ക ഞങ്ങൾക്ക് തന്നത്. നൗഷാദ് സർ, collect all the details. സർ. May I come in, sir? Yes, come in. സാർ, ആ പയ്യനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. 1 മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, പത്തനംതിട്ടയാണ് സ്വദേശം. നൗഷാദ് സർ. ഉണ്ണികൃഷ്ണൻ അവിടെ? ഉണ്ണികൃഷ്ണൻ സ്വന്തം പണമെടുത്ത് മേസ്ത്രിയുടെ വീടിന്റെ ആധാരം എടുത്ത് കൊടുപ്പിക്കാൻ മാത്രം ആ കുടുംബവുമായി നിനക്കെന്താ ബന്ധം? അത് ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ഞാനൊരു സഹായം ചെയ്താ. അപ്പൊ ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ സഹായിച്ച് നീ ആ കുത്തുവാളെടുത്ത് കാണുമല്ലോ. അത് ചുമ്മാ, അതേതായാലും ഉണ്ടായിട്ടില്ല അല്ലേ സാർ? പറമോനെ, എന്തായിരുന്നു എന്റെ ഉദ്ദേശം? സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്.
ഇനി അതല്ല ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ലൊക്കേഷനും മാറും, ഞങ്ങളുടെ പെർഫോമൻസ് മാറും. ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സത്യം ഞങ്ങൾക്കറിയണം, സത്യം മാത്രം. ഞാനും ചാക്കോ മേസ്ത്രിയുടെ ഇളയ മകൾ റോസ്മേരിയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. കോളേജിൽ വെച്ചുണ്ടായ സൗഹൃദം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു.